എന്താ സാറേ ഡയറക്ടർ ആകാൻ ചാൻസ് കിട്ടാതെ കൊണ്ട് ഇവിടെ വന്ന് ചേരാൻ തീരുമാനിച്ചാ? എടാ എന്റെ സ്ഥാനത്ത് നീ വന്ന് കേറാന്ന് വിചാരിച്ചല്ലേ? പിന്നെന്തിനാ സാർ ഇവിടെ വന്ന്? എടാ അനാഥ പിള്ളേരുടെ ആക്ടിവിറ്റീസ് സീക്രട്ട് ആയി ഷൂട്ട് ചെയ്ത് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു വന്നാടാ. സാറേ പെർമിഷൻ ഇല്ലാതെ ഷൂട്ട് ചെയ്ത് അകത്തെന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാലോ? വേണ്ടാത്തൊന്നും പറയണ്ട. ചെറിയ കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. യു ജസ്റ്റ് ഫോളോ മീ. ആക്ഷൻ. എടാ നീ ഇതൊന്ന് വന്ന് നോക്കിയേ. അനാഥ കുട്ടികളുടെ ആശ്രമം എത്ര ഭംഗിയായി വെച്ചിരിക്കുന്നെന്ന്. ആഹാ, ഇങ്ങോട്ട് നോക്ക്. ഷൂട്ട് ചെയ്യ. ഒരു ചെറിയ കുട്ടി ഇവിടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കടാ. ഇനി അങ്ങോട്ട് പാൻ ചെയ്യ. വാവ്, ബ്യൂട്ടിഫുൾ ലെഗ്സ്. അങ്ങനെ ടിൽ ചെയ്യ. ആ, അങ്ങനെ തന്നെ. എന്റെ ദൈവമേ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഫേസ്. എടാ എന്റെ ഇടതുഭാഗത്ത് ഹൃദയം വേദനിക്കാൻ തുടങ്ങിയടാ. വയസ്സായില്ലേ സാർ, അതൊക്കെ ഉണ്ടാവുന്നേ. എടാ ഈ ചെമ്പകപ്പൂവിന്റെ ഒപ്പം ചേരാൻ ഒരു മുല്ലപ്പൂ റെഡിയായിരിക്കടാ. അവള് മുല്ലപ്പൂവാണ്, പക്ഷെ നിങ്ങൾ ഉണങ്ങിപ്പോയ അരയല്ലേ? നീ പറയുന്നൊക്കെ ഞാൻ കേട്ടു. മര്യാദക്ക് ഫോക്കസ് ചെയ്യ. ഇനി നേരെ മുകളിലേക്ക് കൊണ്ടുപോ. ആരാ നിങ്ങള്? എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ ചെമ്പകാക്ഷൻ, സിനിമ ഡയറക്ടറാ. ഇവൻ എന്റെ സ്വന്തം അസിസ്റ്റന്റ്. ഡയറക്ടർ ആണെങ്കിൽ താടി ഉണ്ടാകണ്ടേ? എന്റെ ഡാഡിക്ക് താടി ഇഷ്ടമല്ല, അതുകൊണ്ടാ ഞാൻ താടി വെക്കാത്തെ. നീ ഇപ്പൊ ഇരുന്ന് പഠിക്ക്. അറിയില്ല. ഹലോ, ഇവക്ക് സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നെന്നാ ചോദിക്കുന്നത്? സോറി ട്ടോ. ഈ കുട്ടികളുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഷൂട്ട് ചെയ്ത് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു വന്നതാ. അത് പിന്നെ ഒന്നും മനസ്സിലായില്ല. എന്താ പറയണമെന്ന് പറഞ്ഞ വളരെ സൗകര്യമായിരുന്നു. എന്താ പറയുന്നേ? നിങ്ങളെ പോലത്തെ ആളുകൾ ഇവിടെ വന്നിട്ട് അമ്മ എവിടെ, അച്ഛൻ എവിടെ എന്നൊരു 1000 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോയി കളയും. എന്നിട്ട് കുട്ടികൾ അതും ഓർത്ത് വിഷമിക്കുകയും ചെയ്യും. അങ്ങനത്തെ ആൾക്കാരല്ല ഞങ്ങള്. എന്താ? നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക് ഉപയോഗമുള്ളതായിരിക്കണം, അല്ലാതെ അത് ഉപദ്രവമാവരുത്. ഞങ്ങൾ അവർക്ക് എന്റർടൈൻമെന്റാ കൊടുക്കുന്നേ. സോറി സിസ്റ്റർ, നിങ്ങൾ ദേഷ്യത്തിലാന്നാ തോന്നുന്നത്. ഞങ്ങൾ ഇറങ്ങാ. ബായ്. എവിടെ നോക്കി നിൽക്കടാ. എന്നാ ഞങ്ങളങ്ങോട്ട്. രാഹുകാലത്താ വന്ന. ആ, ഇങ്ങോട്ട് നോക്കുമോളെ. അകത്ത് കണ്ണാടിയിട്ടുള്ള ചേച്ചിയുടെ പേരെന്താ? വാണി ചേച്ചി. ആ, വാണി. അവള് വാണി, ഞാൻ ചെമ്പകാക്ഷൻ. ഞങ്ങള് തമ്മിൽ ചേർന്നാ. പിന്നെന്താ, ചേർന്ന് കഴിഞ്ഞാ കാര്യം പോകാം. എടാ നിന്റെ മൈൻഡ് വോയിസ് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. നടക്കടാ. ജയിലർ വരാൻ പറഞ്ഞില്ലേ? സമയായി, നമുക്ക് പോവാം. ഞങ്ങളുടെ കൂടെ വരുന്നോ? വരാം. അച്ഛന്റെ അമ്മ. അമ്മേ, എന്റെ മോളെ. ലക്ഷ്മി, ഇതാണ് ഗീത. അമ്മ അനാഥാശ്രമത്തിൽ നിന്ന് വന്നതാണ്. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നിങ്ങൾ പുറത്തേക്ക് വരുന്നത് വരെ കുട്ടിയെ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയാ. ഒരു പെണ്ണും ചെയ്യാത്ത തെറ്റെല്ലാം ഞാൻ ചെയ്തു. എന്റെ ഭർത്താവിനെ ഞാൻ തന്നെ കൊന്നു. ഞാൻ ചെയ്ത തെറ്റ് കാരണം എന്റെ മോളിപ്പോ കഷ്ടപ്പെടുന്നു. അതോർത്ത് നിങ്ങളെ പേടിക്കണ്ട. നിങ്ങളുടെ കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചോളാം. നീ അവരുടെ കൂടെ പോ മോളെ. അപ്പൊ അമ്മയോ? നീ പോയിട്ട് ഗീത ചേച്ചിയുടെ കൂടെ കളിക്ക്. ഞാൻ വരാം. പ്രോമിസ്. എന്റെ പേര് ഭഗവാൻ. ഞാൻ നിങ്ങളുടെ ഭക്തനാണ് സ്വാമി. 10 പേരെ സഹായിക്കുന്ന രീതിയിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ എപ്പോഴും ഒരു സ്ഥാനത്തുണ്ടായിരിക്കണം സ്വാമി. ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഇത് മാത്രമാ. നമസ്കാരം. ഹാപ്പി ബർത്ത്ഡേ സർ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ സർ. താങ്ക് യു. ഏയ്, എന്താ ഇതൊക്കെ? ഇതൊക്കെ ആരാ അറേഞ്ച് ചെയ്തത്? ഞാനാട്ടാ. എന്തിനാ ഇനി ഇതൊക്കെ? നീ എന്റെ പിറന്നാളിന് ഫ്ലെക്സും നോട്ടീസും ഒക്കെ അടിച്ചിരിക്കുക. പക്ഷെ അച്ഛനും അമ്മയും ഇല്ലാത്ത അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇവിടെയില്ലേ? അവരുടെ മുന്നിൽ വെച്ച് എന്റെ പിറന്നാൾ ആഘോഷിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സ് സങ്കടപ്പെടില്ലേ?
ശരിയാണേട്ടാ. അച്ഛനും അമ്മയും ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ അനാഥാശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നീ ചെലവാക്കിയ പണം ഈ ആശ്രമത്തിന് വേണ്ടി നൽകിയിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ 3 നേരം വയറു നിറച്ച് ആഹാരം കഴിക്കുമായിരുന്നില്ലേ? ഹാപ്പി ബർത്ത്ഡേ സർ. എന്താ സാറേ നിങ്ങളും ഇങ്ങനെ? നിങ്ങളെക്കാളും പ്രധാനപ്പെട്ടത് എനിക്ക് ഇല്ലില്ല, പറ്റില്ല. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരാ. ഓരോ സെക്കൻഡിലും അവർക്ക് വേണ്ടി വേണം നമ്മുടെ പ്രവൃത്തികളല്ല, അല്ലാതെ പേഴ്സണലായിട്ട് ഒരു ജോലിയും പാടില്ല. എനിവേ, താങ്കൾ വന്നതിൽ വളരെയധികം സന്തോഷം. നമസ്കാരം മോനെ, അമ്മേ. സുഖാണോ? നിങ്ങൾ എന്തിനമ്മ എന്റെ മുന്നിൽ തൊഴുതോണ്ട് നിൽക്കുന്നത്? പറഞ്ഞട്ടെ, ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ഇതെന്റെ പേരക്കുട്ടിയാ മോനെ. ഇവളുടെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചുപോയി. ഇവളെ പഠിപ്പിച്ചൊരു നിലയിലെത്തിക്കണമെന്ന് ആഗ്രഹം. എന്റെ അടുത്തുള്ള ഈ ചെറിയ തുക കൊണ്ട് അതിനൊന്നും പറ്റില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മോൻ ഇവളെ നന്നായി പഠിപ്പിച്ചൊരു നിലയിലെത്തിക്കണം. ഈ പണം അമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നിങ്ങളുടെ കൊച്ചുമോടെ കല്യാണത്തിന് ഉപകരിക്കും. നമ്മുടെ ആശ്രമത്തിൽ ധാരാളം കുട്ടികൾ വളർന്ന് വലുതായിരിക്കുന്നു. കൊച്ചുമോള് ഇവിടെ തന്നെ നിൽക്കട്ടെ. വാ മോളെ. ഇവിടെ പേരെന്താണെന്നാ പറഞ്ഞേ? ഗൗരി. ഗൗരി എന്നുള്ളത് വളരെ നല്ലൊരു പേരാണ്. മോള് വളർന്ന് നല്ല നിലയിൽ വരണം കേട്ടോ. മോനെ, എന്റെ പേരക്കുട്ടി നിങ്ങളുടെ അടുത്താണെങ്കിൽ എനിക്ക് മനസമാധാനായിട്ടിരിക്കാം. നല്ലതാണെങ്കിൽ ജനങ്ങളോട് പറയൂ, അല്ലെങ്കിൽ എന്നോട് പറയൂ. ഇത് വളരെ പഴയ കോൺസെപ്റ്റ്. ഇതിന്റെ ഓണർ ആരാ? ഞാനാണ് സാറേ. താൻ ഓൾഡ് ആണല്ലോ. സാറേ, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറയൂ. ഇവിടെ എന്തൊക്കെ ഐറ്റംസാ ഉള്ളത്? അവിടെ ബോർഡ് ഉണ്ട് സാർ, ഇവിടെ മെനു ഉണ്ട്. സാറിന് എവിടെ വേണമെങ്കിലും ഇരുന്ന് കഴിക്കാം. ആഹാ, അവിടെ ഇവിടെ എവിടെ? റൈമിംഗ് തന്നെ ഒരു പഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഈ പഞ്ചൊന്നും പോലീസിന്റെ അടുത്ത് കണ്ട, ഒക്കെ എടുത്ത് ലോക്കപ്പിലിടും. തന്റെ അടുത്ത് 2000 രൂപയുടെ നോട്ടുണ്ടോ? ഉണ്ട് സാറേ. ഒരു മിനിറ്റ് സാർ. ഇതാ സാറേ. നോക്കടാ. സാർ, കാണാൻ ഡ്യൂപ്ലിക്കേറ്റ് നോട്ട് പോലെയുണ്ട്. സാറേ, ഇതൊക്കെ ഒറിജിനൽ നോട്ടുകളാ സാർ. ഇത് കള്ളനോട്ട് തന്നെ. പേപ്പറിന് കട്ടി കുറവാണ്, ചക്രം പാതിയേ ഉള്ളൂ, ഗാന്ധിജിയുടെ സ്മൈലിംഗ് ചെറുതാണ്. ഏയ്, കണ്ണാടി പോലും കറക്റ്റ് അല്ല. ഇത് കള്ളനോട്ടാണെന്ന് കൺഫേം ആണ്. സാറേ, ഇത് ഒറിജിനൽ നോട്ടാ സാർ. ഇവൻ സംസാരിക്കുന്നത് കാണുമ്പോ ഡ്യൂപ്ലിക്കേറ്റ് നോട്ടിന്റെ നേതാവിനെ പോലെയുണ്ട് സാർ. സാറേ, ഇത് കസ്റ്റമർ തന്ന നോട്ടാ സാർ. എന്റെ മേലെ ഒരു തെറ്റുമില്ല, എന്നോട് ക്ഷമിക്കണേ സാർ. ആര് തന്നു എന്നുള്ളത് ഇവിടെ മുഖ്യമല്ല. ആരുടെ കയ്യിലാണുള്ളത് അവനെ പിടിച്ചാണ് അകത്തിടുക. സാർ, ഇവന്റെ ആക്ടിങ് കാണുമ്പോ ഇവിടുത്തെ ബിരിയാണിയിൽ സംശയം തോന്നുന്നുണ്ട് സാർ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതും കറക്റ്റ് ആണല്ലോ. ഇപ്പോ പല ഹോട്ടലിലും കോഴിക്കോ ആടിനൊക്കെ പകരമായിട്ട് കാക്കയും നായയൊക്കെ കറി വെക്കുന്നുണ്ടെന്നാണ് പബ്ലിക് ടോക്ക്. സാർ, എന്റെ ബിരിയാണിക്ക് ഹൈദരാബാദ് നല്ല പേരാ സാർ. വേണമെങ്കിൽ സാമ്പിൾ കൊണ്ടുവരാൻ പറയാം. നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയൂ സാർ. ടേസ്റ്റ് നോക്കിയിട്ടല്ല, ലാബിലെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് പറയുന്നത്. As you like, sir. ഞാൻ ദുർഗാറാമേ. സർ പറയൂ സർ. 2 ചിക്കൻ ബിരിയാണി പാർസൽ ചെയ്യേ. ആൺകോഴിയാണോ പെൺകോഴിയാണോ സർ? രണ്ടും എടുത്തോളൂ. ഈ ഹോട്ടലിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം പാർസൽ ചെയ്തേക്കെ, വിത്ത് ബ്രെയിൻ ഫ്രൈ. സർ, ബ്രെയിൻ ഫ്രൈ ഒഴിച്ച് ഞങ്ങളുടെ കടയിൽ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ എപ്പോ തന്നെ കൊണ്ടുവരാം സർ. അതെന്താ? സർ, ഞങ്ങളുടെ ഓണറിന് ബ്രെയിൻ ഒട്ടുമില്ല, അതുകൊണ്ട് ആ ഡിഷ് ഞങ്ങളുടെ ഹോട്ടലിൽ വെക്കാറില്ല സർ. നീ ആള് കൊള്ളാലോ, പെട്ടെന്ന് തന്നെ ഓണർ ആവും. താങ്ക് യു സർ. എടാ ചക്ക, വേഗം കൊണ്ടുവാ. അത് മിനിമം 2 കാരിയറെങ്കിലും ഉണ്ടാവണം. വേഗം Okay, പോടാ. ഒന്ന് വേഗം. സാറേ, ഇങ്ങോട്ട് വാ, വേഗം വാ. ഇതാ വാങ്ങിച്ചോളൂ സാർ. ഇതാ സാറേ. ലാബ് റിപ്പോർട്ട് വന്നതിന് ശേഷം അറിയാം ഇനി താൻ ഹോട്ടലിലാണോ ജയിലിലാണോ എന്ന്. ഇനി 2000 രൂപയുടെ നോട്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കണം കേട്ടല്ലോ. താങ്ക് യു സാർ, താങ്ക് യു. സാറേ, ഫുഡ് ടേസ്റ്റ് നന്നായിരുന്നു. ഇന്നാ പൈസ. സാറേ, ഇത് കള്ളനോട്ടാ, ഇത് പോവില്ല. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? സാറേ, ഒറിജിനൽ 2000 രൂപയുടെ നോട്ടില് ഗാന്ധിജിയുടെ കണ്ണാടി നേരെ ഉണ്ടാകും. ഡ്യൂപ്ലിക്കേറ്റ് നോട്ടില് അത് ചാഞ്ഞിട്ടുണ്ടാവും. ഇത് കള്ളനോട്ടാ. എന്നാരാ പറഞ്ഞത്? ഇപ്പോഴാണ് ഒരു പോലീസ് ഓഫീസർ വന്ന് എന്റെ കയ്യിലുണ്ടായിരുന്ന കള്ളനോട്ട് എല്ലാം കൊണ്ടുപോയി. എന്നെ രക്ഷിച്ച ദൈവം അദ്ദേഹം. അയാള് ദൈവമൊന്നുമല്ല, കള്ളനായിരിക്കും. നിങ്ങൾ എന്ത് വെച്ചാ ഇങ്ങനെ പറയുന്നത്? ഞാൻ ബാങ്ക് മാനേജറാണോ? 500 രൂപ നോട്ടില് 200 രൂപ നോട്ടില് 100 രൂപ നോട്ടില് കണ്ണാടി നേരെ ആയിരിക്കും, പക്ഷേ 2000 രൂപ നോട്ടിൽ കണ്ണാടി ചരിഞ്ഞിരിക്കും. എല്ലാം പോയി. 2 കാരിയർ പോയി, 2000 രൂപ